ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ലോഹങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ചെറിയൊരു ഭാഗമാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. ലോഹങ്ങൾ. നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുപാട് ലോഹങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ അടുക്കള എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രങ്ങൾ അതൊക്കെ ഒരു ലോഹങ്ങളിൽ നിന്നുണ്ടാക്കിയതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ സ്കൂളുകളിൽ ബെല്ല് നിങ്ങൾ കണ്ടിട്ടില്ലേ? ബെല്ല്, ആ ബെല്ല് എന്താണ്? ഒരു ലോഹം കൊണ്ട് ഉണ്ടാക്കിയതാണ് അല്ലേ. മാത്രമല്ല നമുക്കറിയാം, നമ്മളുടെ ആഭരണങ്ങൾ, സ്വർണം, അതുപോലെ വെള്ളി, അവയെല്ലാം എന്താണ്? ലോഹങ്ങളാണ് അല്ലേ. ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും ലോഹങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ലോഹങ്ങൾ എന്ന് പറയുന്ന സംഭവത്തിന് ഒരുപാട് വലിയ റോളുകളുണ്ട്. നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ലോഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ലോഹങ്ങൾ എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ ഈ ലോഹങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്ന എങ്ങനെ? അതിൻ്റെ സവിശേഷതയ്ക്ക് അനുസരിച്ചിട്ടല്ലേ. ഓരോ ലോഹത്തിനും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകൾ ഉണ്ടാവും. ആ സവിശേഷതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? അതിനെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട് ഈ ലോഹങ്ങൾക്കൊക്കെ. ഒരുപാട് സവിശേഷതകൾ നമ്മുടെ ലോഹങ്ങൾക്കുണ്ട്. അതിൽ ചില സവിശേഷതകളെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒന്നാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാലിയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സവിശേഷതയെ കുറിച്ചാണ്. നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ ഈ മാലിയബിലിറ്റി എന്ന് പറഞ്ഞ സവിശേഷത? ഇല്ലല്ലേ, ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് മാലിയബിലിറ്റി എന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് പുറത്ത് ഹോട്ടലുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഫുഡ് വാങ്ങിക്കൊണ്ടുവരലുണ്ട് അല്ലേ. അപ്പോൾ ഈ ഫുഡ് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് വസ്തുവിൽ പൊതിഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ഫുഡ് കൊണ്ടുവരല്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അലുമിനിയം ഫോയിൽ. ഓർമ്മയുണ്ടോ? അലുമിനിയം ഫോയിൽ കണ്ടിട്ടുണ്ടോ? അലുമിനിയം ഫോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്വാഭാവികം. ഈ അലുമിനിയം ഫോയിൽ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഫുഡിൻ്റെ ചൂട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരന്ന ഷീറ്റ് പോലെ ആക്കിയിട്ട് ആ ഷീറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു കവറാക്കി ആ കവറിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഭക്ഷണ പദാർത്ഥങ്ങൾ പൊതിഞ്ഞു കൊണ്ടുവരിക അല്ലേ. അലുമിനിയം ഫോയിലിൻ്റെ പ്രത്യേകത എന്താ? അലുമിനിയം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നതല്ലേ. നമ്മുടെ വീടുകളിൽ അലുമിനിയം പാത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്.